നമസ്കാരം. വി.എസ്. അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ വിവരണത്തിനിടെ ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ ചാനലിന്റെ എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചു എന്ന ആരോപണം കോൺഗ്രസുകാർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന് തന്നെ വിമർശനവും ഉന്നയിച്ചു കഴിഞ്ഞു. വി.എസ്. അന്തിയുറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്നാണ് അരുൺകുമാർ ഇന്നലെ പറഞ്ഞത്. ഇത് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു. വിവാദം കൊഴുത്തതോടെ ആരോപണത്തിന് മറുപടി നൽകി അരുൺകുമാർ രംഗത്ത് വന്നു. താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ ഇന്ന് വിശദീകരിച്ചത്. തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത്. തികച്ചും ഭൗതികവാദിയായ വി.എസിനെ കുറിച്ചാണ് പറഞ്ഞത്. മുമ്പ് വി.എസിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിന് വി.എസ്. മറുപടി നൽകിയത് അമ്മയും അച്ഛനും ചെറുബാല്യത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു. വി.എസിന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത്. നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ കോൺഗ്രസുകാർക്ക് പ്രചോദനമില്ലേ? അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്തമാണ്. ആ നിലപാടാണ് തനിക്കുള്ളത്. മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയാകുമെന്നും അരുൺകുമാർ പറഞ്ഞു. താൻ പറഞ്ഞത് വി.എസിനെ കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. താൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അരുൺകുമാർ മറുപടിയായി പറഞ്ഞു. അതേസമയം വി.എസ്. ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തിക്കെട്ടുന്നതാണെന്നാണ് ആരോപണം. മകൻ ചാണ്ടിയുമ്മൻ എം.എൽ.എ. തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. കൂടാതെ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭാ വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിന് കരിവാരി തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്നും ചിലർ കമന്റ് ചെയ്യുന്നു. ആദ്യം അരുൺകുമാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തുകയോ ഉണ്ടാവില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി.എസ്. വിടവാങ്ങുന്നത്. വി.എസ്. നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത്. അതേസമയം ജനമനസ്സുകളിൽ ജീവിക്കുന്ന തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ അരുൺകുമാറിൻ്റെ വാക്കുകൾക്കാകില്ലെന്ന് ചാണ്ടിയുമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ചാണ്ടിയുമ്മൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: 2 വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട്. ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തൻ്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്നുമായിരുന്നു ചാണ്ടിയുമ്മൻ്റെ കുറിപ്പ്.